ഹായ്, ഞാൻ തസ്നിം അസീസ്. ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് അറിയാം, ഒരു കുക്കീസാണ്. ചെറി ബ്ലോസം കുക്കീസ്. ആക്ച്വലി ഇതൊരു ബട്ടർ കുക്കീസാണ്. നല്ല ക്രഞ്ചി ആയിട്ട് വരുന്നത്, കുറച്ച് ദിവസം നമുക്ക് എടുത്തു വയ്ക്കാൻ പറ്റുന്നത്, നല്ല കാണാനും നല്ല ഭംഗിയുള്ള നല്ലൊരു കുക്കി. നോക്കാം. അതിന് നമ്മൾ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ്, അൺസോൾട്ടഡ് ബട്ടർ. 120 ഗ്രാം ഉണ്ട്. ഇത് നന്നായിട്ട് കട്ടയൊന്നും ഇല്ലാതെ ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര പൊടിച്ചത് ഒരു 5.25 ടേബിൾ സ്പൂണാണ് വേണ്ടി വരിക. നമ്മളൊരു 3 ടേബിൾ സ്പൂൺ എടുത്ത് പൊടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഈ ഒരു ക്വാണ്ടിറ്റി കിട്ടും. നന്നായിട്ട് കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്ത് എല്ലാ ഭാഗത്തും ഒരുപോലെയാക്കുക. അപ്പോൾ സൈഡിലൊക്കെ ഉള്ളത് നമുക്ക് സ്പാച്ചുല വെച്ചിട്ട് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കണം. അത് കഴിഞ്ഞ് മൈദ ചേർക്കുകയാണ്. മൈദ 1 കപ്പ് മൈദയാണ്. പിന്നെ വാനില എസൻസ് ഓപ്ഷനിലാണ്, 2-3 തുള്ളി ചേർത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുക. ഇത് കുറച്ച് ലൂസ് കൺസിസ്റ്റൻസിയിലാണ് ബട്ടർ കുക്കീസിൻ്റെ ഡോ ഉണ്ടാവുക. അത് നമ്മളിനി ഒരു ക്ലിങ് ഫിലിം വെച്ചിട്ട് കവർ ചെയ്ത് ഫ്രിഡ്ജിൽ വയ്ക്കണം. അതൊന്ന് സെറ്റായി വരുമ്പോൾ ബട്ടർ തണുക്കുമ്പോൾ സെറ്റാവുമല്ലോ, എന്നാലേ നമുക്കത് ഷേപ്പ് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ നമ്മളത് ഫ്രിഡ്ജിൽ വയ്ക്കുക. ഫ്രിഡ്ജിൽ വെച്ച് ഒരു അരമണിക്കൂർ വയ്ക്കുമ്പോഴേക്ക് ആയി കിട്ടും. ഇനി അത് നമ്മൾ പുറത്തെടുത്ത്, അപ്പോൾ നമുക്ക് ഷേപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്സ്ചറിൽ ആയിട്ടുണ്ടാവും. ഉരുട്ടിയെടുക്കാനൊക്കെ പറ്റുന്നുണ്ടാവും. ഏത് ഷേപ്പിലേക്ക് വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ടോ ഈ ഒരു കൺസിസ്റ്റൻസിയിലായിട്ടുണ്ടാവും. ഇനി ഇതിൽ നിന്ന് നമ്മൾ കുറേശ്ശെ 2 ബോൾ എടുക്കുക, ചെറിയ 2 ബോൾ എടുക്കുക. അതിലേക്ക് ഒന്നിലേക്ക് പെർമിറ്റഡ് ഫുഡ് കളർ ഗ്രീനും മറ്റതിൽ റെഡും ആക്കിയിട്ട് എടുക്കണം. മിക്സ് ചെയ്ത് എടുക്കുക. ഫ്രിഡ്ജിൽ വെച്ചതുകൊണ്ടാണ് കേട്ടോ നമുക്കിത് ഇങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ കയ്യിലെല്ലാം ഒട്ടി. ഇനി നമുക്ക് കുറച്ച് മൈദ തൂവിയിട്ട് ഈ കുക്കീസിൻ്റെ ഡോ ഒന്ന് പരത്തിയെടുക്കുക. അധികം തിന്നായിട്ട് പരത്തരുത്, കുറച്ച് കട്ടിയിലായിരിക്കണം. ഇനി റെഡിൽ നിന്ന് ചെറിയ ഡോട്ട് പോലെ എടുത്തിട്ട് ഇതുപോലെ വെക്കുക, ചെറി പോലെ. പിന്നെ ഗ്രീനിൽ നിന്ന് എടുത്തിട്ട് ഉരുട്ടിയിട്ട് ഇതുപോലെ വെക്കണം. ഇനി ഇത് നമുക്ക് ഒന്നുകൂടെ പരത്തണം, ഒന്ന് ലെവലാവാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ബട്ടർ പേപ്പർ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് വേണം പരത്താൻ. ആദ്യമായിട്ട് ബട്ടർ കുക്കീസ് ചെയ്യുന്നവരാണെങ്കിൽ താഴെയും വെക്കണം കേട്ടോ. ബട്ടർ പേപ്പർ താഴെ വെക്കുന്നതാണ് നല്ലത്, എന്നാൽ ഈസി ആയിട്ട് എടുക്കാൻ കഴിയും. പരത്തുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, അധികം പ്രസ് ചെയ്യാതെ വേണം പരത്താൻ. 1/4 ഇഞ്ച് തൊട്ട് 1/2 ഇഞ്ച് വരെ കട്ടിയുള്ളതായിരിക്കണം. എന്നിട്ട് ഒരു കട്ടർ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇത് ഞാൻ ഓവണിലും ബേക്ക് ചെയ്തിട്ടുണ്ട്, അതുപോലെ എയർ ഫ്രയറിലും ചെയ്തിട്ടുണ്ട് കേട്ടോ. രണ്ടിലും നന്നായി വന്നിട്ടുണ്ട്. 180 ഡിഗ്രിയിൽ 15 മിനിറ്റ്സാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. നല്ല ക്രഞ്ചി ആയിട്ടുള്ളതാണ്, അതുപോലെ നല്ല ക്രിസ്പാണ്, നല്ല ടേസ്റ്റുമാണ്, നല്ല കാണാനും നല്ല ഭംഗിയുള്ളതാണ്. ഓവണിൽ വെക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം, കുറച്ച് ഗ്യാപ്പ് കൊടുക്കണം കേട്ടോ. ഇത് ബട്ടർ മെൽട്ടാകുമ്പോൾ പരന്ന് വരും. ചില ഓവൻ്റെ ടെമ്പറേച്ചറിൽ ചെറിയ വ്യത്യാസം ഉണ്ടാകും. ഇപ്പോൾ ഒരു 13 മിനിറ്റ് തൊട്ട് 15 മിനിറ്റ് വരെ ബേക്ക് ചെയ്യാം. അത് കണ്ടോ, നല്ല ഭംഗിയുള്ളതാണ്, അതുപോലെ നല്ല ടേസ്റ്റ് ഉള്ളത്. നമുക്ക് എടുത്തു വയ്ക്കാം, നിൽക്കാതെ ഒരു ബോട്ടിൽ ചെയ്ത് വെക്കുകയാണെങ്കിൽ കുറേ ദിവസം ഇരിക്കുകയും ചെയ്യും. നല്ല മൊഞ്ചുള്ളതാണ്, നല്ല ഇഷ്ടം. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. ഏത് കുക്കീസാണെങ്കിലും ചൂടോടെ നമ്മൾ ഓവനിൽ നിന്ന് എടുക്കുമ്പോൾ കുറച്ച് സോഫ്റ്റ് ആയിരിക്കും. അത് തണുത്ത് കഴിയുമ്പോഴേക്കാണ് നല്ല ക്രഞ്ചി ആയിട്ട് വരുള്ളൂ. കുറച്ച് സമയം നമ്മളൊന്ന് വെയിറ്റ് ചെയ്തിട്ട് വേണം എടുക്കാൻ. അപ്പോൾ ട്രൈ ചെയ്യുമോ, ഇഷ്ടമാവും.